എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഫോട്ടോസും വീഡിയോസും എങ്ങനെ അപ്ലോഡ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത്. ജൂൺ 1 വരെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ജൂൺ 1 വരെ മാത്രമേ ഈ അവസരം നമുക്കുള്ളൂ. ജൂൺ 1 കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗൂഗിൾ തരുന്ന 15 GB മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15 GB മുകളിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പണം കൊടുത്ത് ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങേണ്ടതായി വരും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം മുഴുവനായിട്ടും ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്നുള്ളത് വളരെ വിശദമായി ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. സാധാരണ മിക്ക ആൻഡ്രോയിഡ് ഫോണിലും ഗൂഗിൾ ഫോട്ടോസ് ഡിഫാൾട്ടായി തന്നെ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസ് കാണുന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്യുക. ആപ്പ് സ്റ്റോറിലും ഗൂഗിൾ ഫോട്ടോസ് ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. ഗൂഗിൾ ഫോട്ടോസ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ സ്റ്റോറേജ് ആക്സസ് ചോദിക്കുന്നതാണ്. ഇവിടെ നിർബന്ധമായും അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കാണാവുന്നതാണ്. അതിന് താഴെ ഡു നോട്ട് ബാക്കപ്പ് എന്നും ടേൺ ഓൺ ബാക്കപ്പ് എന്നും കാണാം. ഇപ്പോൾ തന്നെ ബാക്കപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി ടേൺ ഓൺ ബാക്കപ്പ് ക്ലിക്ക് ചെയ്യാം. എന്നാൽ നമുക്ക് ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ചില സെറ്റിങ്സ് എല്ലാം മാറ്റം വരുത്താനുള്ളത് കൊണ്ട് ഞാൻ ഡു നോട്ട് ബാക്കപ്പ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോം സ്ക്രീനിൽ മുകളിലായി ഗെറ്റിംഗ് യുവർ ഫോട്ടോസ് എന്ന് കാണാം. നമ്മൾ ക്യാമറ ഉപയോഗിച്ചെടുത്ത ഫോട്ടോസും നമ്മൾ നേരത്തെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് സിങ്ക് ചെയ്ത ഫോട്ടോസും എല്ലാം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാ ഫോട്ടോസും നമ്മൾ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആവണമെന്നില്ല. ഉദാഹരണത്തിന് ഞാനൊരു ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ മുകളിൽ ഒരു ക്ലൗഡ് അപ്ലോഡിങ്ങിൻ്റെ ചിഹ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ഫോട്ടോ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ്. ഇങ്ങനൊരു ചിഹ്നം ഇവിടെ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം ഈ ഫോട്ടോ ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫോട്ടോ അപ്ലോഡ് ആവുന്നതാണ്. ബാക്കപ്പ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ അപ്ലോഡ് ആവുകയുള്ളൂ. ഇനി നമുക്കങ്ങനെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ബാക്കപ്പ് ഓൺ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായി ചില സെറ്റിങ്സ് എല്ലാം നാം പരിചയപ്പെടേണ്ടതുണ്ട്. ആദ്യം നമുക്ക് വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കാണാം. അതിന് താഴെ ബാക്കപ്പ് ഈസ് ഓഫ് എന്ന് കാണാം. ഞാൻ നേരത്തെ ബാക്കപ്പ് ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. ബാക്കപ്പ് ഓൺ ചെയ്യാൻ വേണ്ടി ടേൺ ഓൺ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ഓൺ ചെയ്യുന്നില്ല. വീണ്ടും താഴേക്ക് നോക്കിയാൽ ഫോട്ടോസ് സെറ്റിങ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ സ്വിച്ചും കാണാവുന്നതാണ്. ഇത് ഓൺ ചെയ്ത് ബാക്കപ്പ് നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കാണാം. അതിന് താഴെ സെറ്റിങ്സ് എന്നുള്ളതിൽ അപ്ലോഡ് സൈസ്, മൊബൈൽ ഡാറ്റ യൂസേജ്, ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ് എന്നീ 3 ഓപ്ഷൻ കാണാം. അപ്ലോഡ് സൈസ് ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ജൂൺ 1 വരെ മാത്രമാണ് രണ്ടാമത്തെ ഹൈ ക്വാളിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. ഹൈ ക്വാളിറ്റിയുടെ പ്രത്യേകത അൺലിമിറ്റഡായി എത്രയും ഫോട്ടോസും വീഡിയോസും ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഹൈ ക്വാളിറ്റി നമ്മൾ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറുതായിട്ട് ഗൂഗിൾ കുറവ് വരുത്തുന്നതാണ്. എന്നിരുന്നാലും ധാരാളം ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാനുള്ളവർക്ക് ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്യാം. ഒറിജിനൽ ക്വാളിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ നമുക്ക് നൽകുന്ന 15 GB കൗണ്ട് ചെയ്യുക. ഒറിജിനൽ ക്വാളിറ്റിയിൽ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് ഒന്നും തന്നെ ഗൂഗിൾ കുറക്കുന്നതല്ല. പക്ഷേ 15 GB കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗൂഗിൾ ഫോട്ടോസോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മറ്റ് സർവീസുകളോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നാം എക്സ്ട്രാ പണം കൊടുത്ത് ക്ലൗഡ് സ്റ്റോറേജ് വാങ്ങേണ്ടതായി വരും. 100 GB ഒരു മാസത്തിന് 130 രൂപയാണ് നിലവിൽ ഗൂഗിൾ ഈടാക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഹൈ ക്വാളിറ്റി സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പരമാവധി ഫോട്ടോസും വീഡിയോസും എല്ലാം ജൂൺ 1 മുമ്പായി തന്നെ അപ്ലോഡ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സ് നോക്കാം. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ ഡാറ്റ യൂസേജ് എന്ന് കാണാം. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്നാമത്തെ ബാക്കപ്പ് ഫോട്ടോസ് ഓവർ ഡാറ്റ എന്നുള്ളത് ഇത് ഓൺ ചെയ്താൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. അതിന് താഴെയുള്ള ബാക്കപ്പ് വീഡിയോസ് ഓവർ ഡാറ്റ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് വീഡിയോസും ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. ബാക്കപ്പ് വൈൽ റോമിംഗ് ക്ലിക്ക് ചെയ്താൽ റോമിംഗിൽ സമയത്തും ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ആവുന്നതാണ്. ഈ 3 സെറ്റിങ്സാണ് ഇവിടെ ഉള്ളത്. മൊബൈൽ ഡാറ്റയിൽ അൺലിമിറ്റഡ് നെറ്റുള്ളവർക്ക് ഈ 2 ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കാം. വൈഫൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ബാക്കപ്പ് നടക്കുന്നതാണ്. ഈ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് താഴെ ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ് കാണാം. ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ വന്നിട്ടില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഫോൾഡേഴ്സ് എല്ലാം വരുമായിരിക്കും. ഇനി വീണ്ടും ബാക്കിലേക്ക് തന്നെ പോവാം. ഇവിടെ ഇനി പ്രധാനപ്പെട്ട ഒന്നും തന്നെ ഇല്ല. ഗ്രൂപ്പ് സിമിലർ ഫേസസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് ഫേസ് ഗ്രൂപ്പിംഗ് ഓൺ ചെയ്ത് വെക്കുക.
ഒരാളുടെ ഫോട്ടോ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് അവയെല്ലാം ഒരു ഗ്രൂപ്പായി വെക്കാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവാം. ഞാനിപ്പോൾ വീണ്ടും ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ നമുക്ക് സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. ഫോട്ടോസും വീഡിയോസും സെർച്ച് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിനടുത്തായി ലൈബ്രറി എന്ന് കാണാം. ഇവിടെ നമുക്ക് ഫേവറേറ്റ്സ്, യൂട്ടിലിറ്റീസ് അങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിന് താഴെ ആയിക്കൊണ്ട് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസുള്ള ഫോൾഡറെല്ലാം ഓട്ടോമാറ്റിക്കായി ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ ക്യാമറ എന്നുള്ള ഫോൾഡർ, അതായത് നമ്മൾ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ കാണിക്കുന്ന ക്യാമറ എന്നുള്ള ഫോൾഡർ ഓട്ടോമാറ്റിക്കായി തന്നെ ഗൂഗിൾ ടു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റ് ഫോൾഡറുകളൊന്നും തന്നെ ഓട്ടോമാറ്റിക്കായി അപ്ലോഡ് ചെയ്യുന്നതല്ല. മറ്റ് ഫോൾഡറുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സ്ക്രീൻ റെക്കോർഡർ എന്നുള്ള ഫോൾഡർ ഉണ്ട്, വാട്സപ്പ് ബിസിനസ് ഇമേജ് എന്നുള്ള ഫോൾഡർ ഉണ്ട്, ക്യാൻവ എന്നുള്ള ഫോൾഡർ ഉണ്ട്. ഞാൻ ക്യാൻവ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ക്യാൻവ എന്നുള്ള ഫോൾഡറിലുള്ള ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കും. ഈ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ആൻഡ് സിങ്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ ക്യാൻവയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. ഇതുപോലെ നമുക്ക് മറ്റ് ഫോൾഡറുകളും സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡർ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ ഈ ഫോൾഡർ നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ബാക്കപ്പ് ആൻഡ് സിങ്ക് ഓൺ ചെയ്യുക. ഈ രീതിയിൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസുള്ള ഫോൾഡറെല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കൊരു സെറ്റിങ്സ് കൂടെ ബാക്കിയുണ്ട്. ഡിവൈസ് ഫോൾഡർ എന്നുള്ള സെറ്റിങ്സ് നാം നേരത്തെ നോക്കിയിട്ടില്ലായിരുന്നു. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ സെറ്റിങ്സിൽ ബാക്കപ്പ് ആൻഡ് സിങ്ക് എടുക്കുക. ഇവിടെ ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള ഫോൾഡേഴ്സ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇവയിൽ നമുക്ക് ഏതെല്ലാം ഫോൾഡറാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അവയെല്ലാം ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. നാം ഇവിടെ ഓൺ ചെയ്ത് വെക്കുന്ന ഫോൾഡറിലുള്ള ഫോട്ടോസ് എല്ലാം ഗൂഗിൾ ഫോട്ടോസിലേക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ അപ്ലോഡ് ആവുന്നതാണ്. ഇനി നമുക്ക് ഹോം സ്ക്രീനിലേക്ക് തന്നെ പോവാം. ഇത്തരം കാര്യങ്ങളാണ് ഗൂഗിൾ ഫോട്ടോസിൽ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി ചോദിക്കാം. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക.